Hi friends, എല്ലാവർക്കും നഴ്സിംഗ് ആസ്പിറൻസ് ടു ലേൺ നഴ്സിംഗ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് മോഡൽ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ആണ് കഴിഞ്ഞ ക്ലാസ് മുതൽ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇന്ന് നമ്മൾ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കസ് ചെയ്യാണ്. ഫിസിയോളജി ആണ് കേട്ടോ. അനാട്ടമിയും ഫിസിയോളജി ആണ് നമ്മുടെ ഒരു പേപ്പർ എന്ന് പറയുന്നത് അല്ലെ. ഫസ്റ്റ് ഇയറിന്റെ ഫസ്റ്റ് സെമസ്റ്ററിൽ ഉള്ളതായാലും ഇയർലി എക്സാം ആയാലും നിങ്ങൾക്ക് ഒരു പേപ്പർ എന്ന് പറയുന്നത് അനാട്ടമി ആൻഡ് ഫിസിയോളജി ആണ്. അതിൽ അനാട്ടമി ക്വസ്റ്റ്യൻസ് ആണ് ഫസ്റ്റ് എ പാർട്ട് എന്ന് പറയുന്നത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തു. സെക്കൻഡ് വൺ ഫിസിയോളജി. അപ്പോൾ ഫിസിയോളജിയുടെ ക്വസ്റ്റ്യൻ പേപ്പർ എങ്ങനെയാണ്, അതായത് സെമസ്റ്റർ എക്സാം ഉള്ള കുട്ടികൾക്ക് അത് സ്പെഷ്യലായിട്ട് നമ്മുടെ കേരള യൂണിവേഴ്സിറ്റിയിൽ പഠിക്കുന്ന കുട്ടികൾക്കാണ് നമ്മുടെ സെമസ്റ്റർ എക്സാം സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. രാജീവ് ഗാന്ധി യൂണിവേഴ്സിറ്റിയിലൊന്നും സെമസ്റ്റർ എക്സാം അല്ല, അവർക്കൊക്കെ ഇപ്പോൾ ഇയർലി എക്സാം തന്നെയാണ് കണ്ടിന്യൂ ചെയ്യുന്നത്. അവർക്ക് പഴയ പാറ്റേൺ തന്നെയായിരിക്കും ക്വസ്റ്റ്യൻസ് വരാനും ചാൻസ് ഉള്ളത് കേട്ടോ, അവർക്ക് ചേഞ്ചസ് ഒന്നും വരില്ല. അപ്പോൾ കേരള യൂണിവേഴ്സിറ്റി പോലുള്ള പുതിയ പാറ്റേണിൽ സെമസ്റ്റർ എക്സാം നടത്തുന്ന കോളേജുകളിൽ അല്ലെങ്കിൽ യൂണിവേഴ്സിറ്റികളിൽ പഠിക്കുന്ന കുട്ടികൾ ശ്രദ്ധിച്ച് നോക്കുക. അല്ലെങ്കിൽ മറ്റു യൂണിവേഴ്സിറ്റിയിൽ പഠിക്കുന്നവർക്ക് ഇതിലെ ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരിക്കും. ഇതുപോലെയുള്ള സെലക്റ്റീവ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് നോക്കി പഠിക്കുകയാണെങ്കിൽ കുറേയൊക്കെ ക്വസ്റ്റ്യൻസ് റിപ്പീറ്റ് എക്സാമിന് ക്വസ്റ്റ്യൻസ് റിപ്പീറ്റ് ചെയ്യാറുണ്ട്. അപ്പോൾ അതൊന്ന് അല്ലെങ്കിൽ ഏതൊക്കെ ഏരിയാസ് ആണ് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാനുള്ളത് ഫിസിയോളജി ക്വസ്റ്റ്യൻസ് ആണ്. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനലിലെ വീഡിയോസ് യൂസ്ഫുൾ ആണ് തോന്നുന്നു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഒപ്പം വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആണ് തോന്നുന്നെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ സജഷൻസ് കമന്റ്സും ഒക്കെ എഴുതുക, കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. ഇനി എക്സാമിന് വേണ്ടിയിട്ട് വളരെ കുറച്ച് ദിവസങ്ങൾ, ഏകദേശം ഒരു മാസം മാത്രമേ ഇനിയുള്ളൂ. അപ്പോൾ ഒരു മിനിറ്റ് പോലും ഇനി വെറുതെ കളയാനില്ല. എല്ലാവരും നന്നായിട്ട് പഠിക്കുക. നമ്മൾ നഴ്സിംഗ് ആസ്പിറൻസിൽ ഒരു നഴ്സിംഗ് ട്യൂഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് ഇയർ സ്റ്റുഡൻസിന്റെ എക്സാം ഫോക്കസ്ഡ് ആയിട്ടുള്ള അനാട്ടമി ആൻഡ് ഫിസിയോളജി സ്പെഷ്യലി ഫോക്കസ് ചെയ്തുകൊണ്ടുള്ള ക്ലാസ്സുകളാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് അതിന് ജോയിൻ ചെയ്യാൻ ഡീറ്റെയിൽസ് എല്ലാം നമ്മൾ ഈ ഒരു വീഡിയോയിൽ ലാസ്റ്റ് പറയുന്നുണ്ട്. അതിൽ കൂടെ ജോയിൻ ചെയ്യാവുന്നതാണ്. ആ ഒരു ഫോർമാറ്റിലൂടെ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. ഡീറ്റെയിൽസ് എല്ലാം പിന്നെ പറഞ്ഞുതരാം. ഓക്കെ, നമുക്ക് ആദ്യം നിങ്ങൾക്ക് ഫിസിയോളജി ക്വസ്റ്റ്യൻസ് എങ്ങനെയാണെന്ന് നോക്കാം. കഴിഞ്ഞ അനാട്ടമി ആൻഡ് ഫിസിയോളജിയുടെ പാറ്റേൺ നിങ്ങൾ നോക്കിയെന്ന് വിചാരിക്കുന്നു. അതായത് 75 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ് അനാട്ടമി ആൻഡ് ഫിസിയോളജി എക്സാം നടത്തുന്നത്. അതിൽ 37 മാർക്ക് അനാട്ടമിയും 38 മാർക്ക് എന്താണ് ഫിസിയോളജിയുമാണ് എക്സാം നടക്കുന്നത്. അപ്പോൾ അനാട്ടമിയുടെ പാറ്റേൺ എങ്ങനെയാണ്? മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് എത്ര ചോദിക്കുന്നു? 6 ചോദിക്കുന്നു. ഒരു എസ്സേ ചോദിക്കുന്നു. ഷോർട്ട് നോട്ട്സ് എത്ര ചോദിക്കുന്നു? ഡിഫറൻസ് ബിറ്റ്വീൻ അല്ലെങ്കിൽ ഷോർട്ട് ആൻസർ എത്ര എണ്ണം ചോദിക്കും എന്നുള്ളതൊക്കെ ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു. ഇനി ഫിസിയോളജി ക്വസ്റ്റ്യൻ പേപ്പർ നോക്കാം. ഇത് നിങ്ങളുടെ സിലബസിൽ തന്നെ കൊടുത്തിരിക്കുന്ന സാമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. ഇന്നത്തെ ക്ലാസ് കഴിഞ്ഞ് ഇന്നത്തെ ഈ ഒരു മോഡൽ ക്വസ്റ്റ്യൻ നോക്കി കഴിഞ്ഞാൽ ഇനി അടുത്ത ക്ലാസ് മുതൽ നമ്മൾ പ്രീവിയസ് ഇയേഴ്സിൽ, അതായത് ഇതേ ഒരു പാറ്റേൺ ആയിരിക്കില്ല, പക്ഷേ പ്രീവിയസ് ഇയേഴ്സിൽ ചോദിച്ച ക്വസ്റ്റ്യൻസ് ഒന്ന് കവർ ചെയ്ത് പോകുമ്പോഴത്തേക്ക് ആ ഒരു ഏരിയ ഏതാണ് ഫ്രീക്വന്റ്ലി ചോദിച്ചു വരുന്ന ഏരിയാസ്, ക്വസ്റ്റ്യൻസ് ഏത് തരത്തിലാണ് ചോദിക്കുന്നത് എന്നുള്ള ഒരു ഐഡിയ നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ ഫിസിയോളജി 38 മാർക്കിനാണ് ഫിസിയോളജി ക്വസ്റ്റ്യൻസ് അല്ലെ. 38 മാർക്സിന് മാത്രമാണ്. അത് നിങ്ങൾക്ക് സെക്കൻഡ് ആയിട്ടുള്ള 3 മണിക്കൂറാണ് എക്സാം ടോട്ടലി ഉള്ളത്. അനാട്ടമി ഫിസിയോളജി ഉണ്ട്. അതിൽ 1.5 മണിക്കൂറാണ് ഫിസിയോളജിക്ക് നിങ്ങൾക്ക് കിട്ടുക. അല്ലെങ്കിൽ 1.5 മണിക്കൂർ നിങ്ങൾ ഫിസിയോളജിക്ക് കരുതണം. എന്നാൽ മാത്രമേ നന്നായിട്ട് നിങ്ങൾക്ക് ഫിസിയോളജി അറ്റൻഡ് ചെയ്യാൻ പറ്റുകയുള്ളൂ. ഓക്കെ, അപ്പോൾ അതിന്റെ ഫസ്റ്റ് പാർട്ട് എന്ന് പറയുന്നത് മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻ. സെയിം ലൈക്ക് അനാട്ടമി, ഫിസിയോളജി ഓൾസോ ദേ ആർ ആസ്കിംഗ് multiple choice question. They will be asking one simple question, one sentence ആയിരിക്കും. ഒരു സെന്റൻസ് മാത്രമുള്ള ഒരു സിമ്പിൾ ക്വസ്റ്റ്യൻ ആയിരിക്കും. അതായത് പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് വായിച്ചെടുക്കാൻ പറ്റുന്ന ഒരു സിമ്പിൾ ക്വസ്റ്റ്യൻ ആയിരിക്കും. അതിൽ 4 ഓപ്ഷൻസ് ഉണ്ടാവും. A, B, C, D. 4 options will be there. You should select the right answer from that. Okay, and you should write answers like this. One in the margin column you should write 1, and if it is the correct option is C, you should write C and write the answer GABA. Okay, like that. Okay, then go to second question. If it is the correct answer is D, then you should write D 5 liter per minute, like this. Okay, like this. You should not leave this space empty. അതായത് നിങ്ങൾ അവിടെ എഴുതാതെ വിടരുത്. ജസ്റ്റ് സി ആണ്, ഡി ആണ്, എ ആണ് എന്ന് പറഞ്ഞ് മാത്രം ഇട്ടിട്ട് പൊക്കളയരുത്. സി ആണെങ്കിൽ സി, റൈറ്റ് സി ആൻഡ് റൈറ്റ് ദ ആൻസർ ഓൾസോ. ഓക്കെ, ആൻഡ് ആൻസറും കൂടെ എഴുതി വേണം വിടാൻ വേണ്ടിയിട്ട്. ഓക്കെ, ക്ലിയർ അല്ലേ? അപ്പോൾ ഏത് യൂണിവേഴ്സിറ്റിയുടെ ക്വസ്റ്റ്യൻ പേപ്പർ ആയി കഴിഞ്ഞാലും നിങ്ങൾക്ക് ഒരു ഫസ്റ്റ് ഇയറിന്റെ അനാട്ടമി ക്വസ്റ്റ്യൻസ് പ്രീവിയസ് ഇയേഴ്സിന്റെ കിട്ടിക്കഴിഞ്ഞാൽ അതെല്ലാം ഒന്ന് നോക്കുക. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിലൊക്കെ ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് കോമൺലി ഏത് യൂണിവേഴ്സിറ്റി, രാജീവ് ഗാന്ധി യൂണിവേഴ്സിറ്റി ആയാലും MG യൂണിവേഴ്സിറ്റി ആയാലും അതുപോലെ നമ്മുടെ കേരള യൂണിവേഴ്സിറ്റി എല്ലാം തന്നെ ഫസ്റ്റ് ഇയർ ആണ്. നമ്മൾ പഠിക്കുന്ന എല്ലാ അനാട്ടമി ഫിസിയോളജി തന്നെയാണ്. അതിലൊന്നും വ്യത്യാസം വരുന്നില്ല അല്ലെ. ഓരോ എക്സാംസ് നടത്തുന്ന സമയത്തിലും ആ ഒരു പാറ്റേണിൽ, അതായത് MCQ ചോദിക്കുന്നുണ്ടോ അതോ ആ essays ആണോ കൂടുതൽ ചോദിക്കുന്നത്, ഷോർട്ട് നോട്ട്സ് കൂടുതൽ ചോദിക്കുന്നു, അത്തരത്തിലുള്ള വ്യത്യാസം മാത്രമേ വരുന്നുള്ളൂ. സബ്ജക്ട്സ് എല്ലാം നമ്മൾ പഠിക്കുന്നത് സെയിം തന്നെയാണ്.
ഓക്കെ, ഇവിടെ നമുക്ക് ഈ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഓരോ ക്വസ്റ്റ്യനും വായിച്ച് എങ്ങനെ ഏതൊക്കെയാണ് കറക്റ്റ് ആൻസർ ഒന്നും ഞാൻ ഒന്ന് ചുരുക്കി പറഞ്ഞുതരാം, എങ്ങനെയാണ് ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്യേണ്ടതെന്ന് പറയാം. അപ്പോൾ നമ്മുടെ ക്ലാസ്, നമ്മുടെ പെയ്ഡ് നഴ്സിംഗ് ട്യൂഷനിൽ ജോയിൻ ചെയ്തിട്ടുള്ള കുട്ടികൾ ഈ ഒരു വീഡിയോ കാണുന്നുണ്ടെങ്കിൽ പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക. അപ്പോൾ നമുക്ക് ക്ലാസ്സിൽ കൂടുതലായിട്ട് ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യാൻ, അപ്പോൾ ഇപ്പോൾ റീസെന്റ് ആയിട്ട് സ്റ്റാർട്ട് ചെയ്തുകൊണ്ട് നമുക്ക് പോർഷൻസ് ഒരുപാട് തീർക്കാനുണ്ട്. അതായത് ഒരുപാട് പോർഷൻസ് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് തന്നെ പഠിക്കാനുണ്ട്. അതുകൊണ്ടാണ് ക്വസ്റ്റ്യൻസ് ഞാൻ വീഡിയോ ചാനലിൽ ഇടുന്നത്. നിങ്ങൾ ഇതുകൂടെ കണ്ട് പഠിക്കുക, എല്ലാ ക്വസ്റ്റ്യൻസും ഒന്ന് നോക്കി പോകുക, എങ്ങനെയാണ് ക്വസ്റ്റ്യൻസ് വരുന്നത്, എങ്ങനെ അറ്റൻഡ് ചെയ്യണം എന്നുള്ളത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ദ മെയിൻ എക്സിറ്റേറ്ററി ന്യൂറോ ട്രാൻസ്മിറ്റർ. ദ മെയിൻ എക്സിറ്റേറ്ററി ന്യൂറോ ട്രാൻസ്മിറ്റർ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും അല്ലെ, നെർവസ് സിസ്റ്റത്തിൽ. അപ്പൊ ന്യൂറോളജി അല്ലെങ്കിൽ ന്യൂറോളജിയിൽ അല്ലെങ്കിൽ നെർവസ് സിസ്റ്റം, സെൻട്രൽ നെർവസ് സിസ്റ്റം നിങ്ങൾ പഠിച്ചു ആയിരിക്കും കോളേജിൽ. അപ്പൊ അതിനകത്ത് നമ്മൾ പഠിക്കുന്ന ഒരു സബ്സ്റ്റൻസ് ആണ് ന്യൂറോ ട്രാൻസ്മിറ്റർ. എന്താ ന്യൂറോ ട്രാൻസ്മിറ്റർ? രണ്ട് ന്യൂറോണുകൾക്ക് ഇടയിലുള്ള ഒരു ജംഗ്ഷൻ ഉണ്ട്, അതിനെയാണ് സിനാപ്സ് എന്ന് പറയുന്നത്. ഈ സിനാപ്സിൽ കാണുന്ന ഒരു കെമിക്കൽ സബ്സ്റ്റൻസ് ഉണ്ട് അല്ലെ, അതായത് ആദ്യത്തെ ന്യൂറോണിന്റെ ആക്സോണൈറ്റിൽ നിന്നും പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു കെമിക്കൽ സബ്സ്റ്റൻസ് ആണ്, ഈ സിനാപ്സിലോട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്ന കെമിക്കൽ സബ്സ്റ്റൻസ് ആണ് ഈ ന്യൂറോ ട്രാൻസ്മിറ്റർ എന്ന് പറയുന്നത്. ഈ ന്യൂറോ ട്രാൻസ്മിറ്റർ വഴിയാണ് ഒരു ന്യൂറോണിൽ നിന്നും അടുത്ത ന്യൂറോണിലോട്ട് ഇൻഫർമേഷൻസ് പാസ് ചെയ്ത് പോകുന്നത് നമ്മൾ പഠിച്ചു അല്ലേ. അപ്പൊ ഈ ഒരുപാട് തരത്തിലുള്ള ഇത്തരത്തിലുള്ള ന്യൂറോ ട്രാൻസ്മിറ്റർ പല ടൈപ്സ് ഉണ്ട് അല്ലെ. അസറ്റൈൽകോളിൻ ഉണ്ട്, ഗാബ ഉണ്ട്, ഡോപ്പമിൻ ഉണ്ട്, എപ്പിനെഫ്രിൻ ഉണ്ട്, അങ്ങനെ ഒരുപാട് ടൈപ്പ് ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് ഉണ്ട്. എന്നാൽ ഈ ന്യൂറോ ട്രാൻസ്മിറ്റർ മെയിൻ ആയിട്ട് രണ്ട് തരത്തിൽ ഡിവൈഡ് ചെയ്തിട്ടുണ്ട്, എക്സിറ്റേറ്ററി ആൻഡ് ഇൻഹിബിറ്ററി. ഏതൊക്കെയാണ്? ഇൻഹിബിറ്ററി എന്നുള്ള സെക്കൻഡ് ടൈപ്പ് കൂടെ ഉണ്ട്, അത് നിങ്ങൾ എക്സാമ്പിൾ പഠിക്കണം. ഇനി ചില ഹോർമോൺസ് ഈ രണ്ട് ഫംഗ്ഷൻ, എക്സൈറ്റേറ്ററി ഫംഗ്ഷൻസും ഉണ്ട്, ഇൻഹിബിറ്ററി ഫംഗ്ഷൻസ് ചെയ്യുന്ന ചില ഹോർമോൺസ് അല്ല ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ്, രണ്ട് ഫംഗ്ഷനുള്ള ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സും ഉണ്ട്. അപ്പൊ ഇതിനുള്ള എക്സാമ്പിൾസ് നിങ്ങൾ ഇത് പഠിച്ചു വെക്കണം. ഓക്കെ, ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇവിടുത്തെ ക്വസ്റ്റ്യൻ മെയിൻ എക്സിറ്റേറ്ററി ന്യൂറോ ട്രാൻസ്മിറ്റർ ഏതാണെന്നാണ്. അപ്പൊ ഇവിടെ തന്നിക്കുന്ന ഏതൊക്കെ? ഡോപ്പമിൻ, അസറ്റൈൽകോളിൻ, ഗാബ, ഗ്ലൈസിൻ. കറക്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ്. ഓപ്ഷൻ ബി, അസറ്റൈൽകോളിൻ. അസറ്റൈൽകോളിൻ ഈസ് ദ മെയിൻ എക്സിറ്റേറ്ററി ന്യൂറോ ട്രാൻസ്മിറ്റർ. അപ്പൊ ബാക്കി ഡോപ്പമിൻ എന്ന് പറയുമ്പോൾ അതിന് ഹാവ് ബോത്ത് ഫംഗ്ഷൻ, എക്സിറ്റേറ്ററി ഫംഗ്ഷൻസും ചെയ്യും, ഇൻഹിബിറ്ററി ഫംഗ്ഷനും ചെയ്യും. ഡോപ്പമിന്റെ പ്രത്യേകതയാണ്. എന്നാൽ ഗാബയും ഗ്ലൈസിനും എന്ന് പറയുന്നത് ദീസ് ആർ ടു ന്യൂറോ ട്രാൻസ്മിറ്റർ ഇൻക്ലൂഡഡ് ഇൻ ഇൻഹിബിറ്ററി ന്യൂറോ ട്രാൻസ്മിറ്റർ. ദീസ് ആർ ടു ഇൻഹിബിറ്ററി ന്യൂറോ ട്രാൻസ്മിറ്റർ. ക്ലിയർ ആയല്ലോ? അപ്പൊ ഇതിൽ എക്സിറ്റേറ്ററി മാത്രം ഫംഗ്ഷൻ വരുന്നത് അസറ്റൈൽകോളിൻ ആണ്. അതിൽ മെയിൻ എക്സിറ്റേറ്ററി ന്യൂറോ ട്രാൻസ്മിറ്റർ ഏതാണെന്ന് ചോദിച്ചാലും അസറ്റൈൽകോളിൻ എന്ന് തന്നെ ആൻസർ എഴുതുക. ക്ലിയർ അല്ലേ? ക്ലിയർ ആണെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ ന്യൂറോ ട്രാൻസ്മിറ്റർ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട്, സെൻട്രൽ നെർവസ് സിസ്റ്റം വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഇതെല്ലാം നോക്കി പോകുക. ഷോർട്ട് നോട്ട്സുകളിൽ നോക്കി പഠിക്കുന്ന കുട്ടികൾക്കൊന്നും ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ചോദിച്ചിട്ടുണ്ട്. നിങ്ങൾ ക്വസ്റ്റ്യൻസ് വായിക്കുമ്പോൾ തന്നെ മനസ്സിലാവും, പ്രീവിയസ് ഇയേഴ്സിൽ ചോദിച്ച ക്വസ്റ്റ്യൻസ് ഒക്കെ വായിക്കുമ്പോൾ തന്നെ മനസ്സിലാവും എത്രത്തോളം നമ്മൾ ഡീപ്പായിട്ട് ഡീറ്റെയിൽ ആയിട്ട് വായിച്ച് പഠിക്കേണ്ടിയിരിക്കുന്നു എന്നുള്ളത്. അപ്പൊ പലപ്പോഴും കുട്ടികൾ എന്നോട് ചോദിക്കാറുണ്ട്, എന്തിനാണ് മാം ഇങ്ങനെ വലുതായിട്ട് ഡീറ്റെയിൽ ആയിട്ട് ഒരുപാട് കാര്യങ്ങൾ ഒരു കാര്യത്തിൽ തന്നെ പറഞ്ഞു തരുന്നത്? നമുക്ക് ചോദിച്ചാൽ ഒരു 3 മാർക്കിനല്ലേ ചോദിക്കുള്ളൂ, അപ്പോൾ ആ ഒരു 3 മാർക്കിനുള്ളത് പോരെ, ആ ഒരു 4-5 സെന്റൻസ് എന്തെങ്കിലും പഠിച്ചു വെച്ചാൽ പോരാ? അങ്ങനെ പോരാ. നിങ്ങൾ ഈ ഒരു 6 മാർക്ക് അല്ലെങ്കിൽ 7 മാർക്ക് എന്നത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇതിലൊരു കറക്റ്റ് ഓപ്ഷൻ നിങ്ങൾ സെലക്ട് ചെയ്ത് അവിടെ നമുക്ക് ആർക്കും അതിലൊരു അരമാർക്ക് പോലും കുറയ്ക്കാൻ പറ്റില്ല. ഓരോ ക്വസ്റ്റിനും കറക്റ്റ് ആൻസർ ചെയ്യുമ്പോൾ ഓരോ മാർക്ക് നിങ്ങൾക്ക് അവിടെ കിട്ടും. അപ്പൊ ഈ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാത്ത കുട്ടികൾക്ക് ഒരിക്കലും ഇതുപോലെ ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ പറ്റില്ല. ഓക്കെ, സോ യു ഷുഡ് read it detailedly and everything based on the syllabus. Okay, syllabus അനുസരിച്ച് ഡീറ്റെയിൽ ആയിട്ട് തന്നെ വായിച്ച് പോകുക. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക, ഈ 7 മാർക്ക് പോയി കഴിഞ്ഞാൽ പിന്നെ 31 മാർക്കിനാണ് നിങ്ങൾ എക്സാം എഴുതാനുള്ളത്. ആ 31 മാർക്കിൽ നിങ്ങൾ എത്ര തന്നെ നന്നായിട്ട് പ്രസന്റ് ചെയ്താലും 25 മാർക്കിൽ കൂടുതലൊക്കെ കിട്ടുക എന്നുള്ളത് വളരെ പാടാണ്. 25 മാർക്കിൽ കൂടുതൽ കിട്ടുക എന്ന് പറയുന്നത് വളരെ പാടാണ്. അതുകൊണ്ടാണ് MCQസും കൂടെ കൂടുതൽ ഒന്ന് ഫോക്കസ് ചെയ്ത് പോകേണ്ടത്. ഓക്കെ, സെക്കൻഡ് ക്വസ്റ്റ്യൻ, നോർമൽ കാർഡിയാക് ഔട്ട്പുട്ട്. എന്താണ് കാർഡിയാക് ഔട്ട്പുട്ട്? 1 മിനിറ്റിൽ നമ്മുടെ ഹാർട്ടിൽ നിന്ന് നോർമലി പുറത്തോട്ട് പമ്പ് ചെയ്യുന്ന എമൗണ്ട് ഓഫ് ബ്ലഡ്, അതിനെയാണ് എന്ത് പറയുന്നത്? കാർഡിയാക് ഔട്ട്പുട്ട് എന്ന് പറയുന്നത്. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ വരെ, എന്താണ് സ്ട്രോക്ക് വോളിയം? എന്താണ് സ്ട്രോക്ക് വോളിയം? ഒരു കംപ്രഷനിൽ, ഒരു കൺട്രാക്ഷനിൽ, ഒരു പ്രാവശ്യം ഹാർട്ട് കൺട്രാക്ട് ചെയ്യുമ്പോൾ നമ്മുടെ വെൻട്രിക്കിൽ നിന്ന് പുറത്തോട്ട് പമ്പ് ഔട്ട് ചെയ്യുന്ന ബ്ലഡിന്റെ എമൗണ്ട്, അതാണ് സ്ട്രോക്ക് വോളിയം. ഒരു കൺട്രാക്ഷൻ ആണെങ്കിൽ അതിന് ഒരു കൺട്രാക്ഷന്റെ ടൈമിൽ പുറത്തോട്ട് വരുന്ന ബ്ലഡിന്റെ അളവിനെ സ്ട്രോക്ക് വോളിയം എന്നും, 1 മിനിറ്റിൽ ഹാർട്ടിൽ നിന്ന് പുറത്തോട്ട് വരുന്ന ബ്ലഡിന്റെ വോളിയത്തിനെ എന്ത് പറയും? കാർഡിയാക് ഔട്ട്പുട്ട് എന്ന് പറയും. അപ്പൊ കാർഡിയാക് ഔട്ട്പുട്ട് കാണുന്ന ഫോർമുല എങ്ങനെയാണ്? കാർഡിയാക് ഔട്ട്പുട്ട് is equal to stroke volume
ഇൻറ്റു ഹാർട്ട് റേറ്റ്. നമ്മൾ ഒരു മിനിറ്റിൽ നമ്മുടെ ഹാർട്ട് എത്ര പ്രാവശ്യം മീൻസ് ഹാർട്ട് ബീറ്റ് ചെയ്യുന്നു, അതാണ് ഹാർട്ട് റേറ്റ് എന്ന് പറയുന്നത്. സ്ട്രോക്ക് വോളിയം എന്ന് ഒരു മിനിറ്റ് നോർമൽ സ്ട്രോക്ക് വോളിയം എത്രയാണ് ക്വസ്റ്റ്യൻ വരാം, ദാറ്റ് ഈസ് 70 ml. 70 ml ആണ് നോർമൽ അഡൽട്ട് മെൻ, ഒരു 70 kg വെയിറ്റ് ഉള്ള ഒരു അഡൽട്ട് മെന്നിന്റെ സ്ട്രോക്ക് വോളിയം എന്ന് പറയുന്നത് 70 kg ആണ്. അതിന്റെ ഹാർട്ട് റേറ്റ് ആയിട്ടുള്ള 72, നോർമൽ ഹാർട്ട് റേറ്റ് എന്ന് പറയുന്നത് നമ്മൾ പഠിക്കുന്നത് 72 ആണ്. 60 to 100 എന്നുള്ള റേഞ്ചിൽ പഠിക്കുമെങ്കിലും ഒരു എക്സാക്ട് ഒരു ആവറേജ് വാല്യൂ പറഞ്ഞാൽ 72 ആണ് നമ്മളവിടെ പറയുന്നത്. ഈ 72 കൊണ്ട് 100 ചെയ്യുമ്പോഴേ കിട്ടുന്നതാണ് നമ്മുടെ കാർഡിയാക് ഔട്ട്പുട്ട്, ദാറ്റ് ഈസ് 5 ലിറ്റർ പെർ മിനിറ്റ്. ഓക്കെ, സോ നോർമൽ കാർഡിയാക് ഔട്ട്പുട്ട് എന്ന് പറയുന്നത് ഇപ്പൊ നമുക്ക് ഇവിടെ കിട്ടിക്കഴിഞ്ഞു. എന്താണ്? 5 ലിറ്റർ ആണ് നോർമൽ കാർഡിയാക് ഔട്ട്പുട്ട്. ഒരു മിനിറ്റ് നമ്മുടെ ഓരോരുത്തരും നമ്മുടെ ഒരു കൈ മുട്ടി പിടിക്കുമ്പോൾ ഉണ്ടാകുന്ന അത്രയും സൈസ് മാത്രമേ നമ്മുടെ ഹാർട്ടിനുള്ളൂ. ആ ഹാർട്ട് അത്രയും ചെറിയൊരു ഹാർട്ടിൽ നിന്നും ഒരു മിനിറ്റിൽ എത്ര എമൗണ്ട് ബ്ലഡ് ആണ് പുറത്തോട്ട് വരുന്നത്? ദാറ്റ് ഈസ് 5 ലിറ്റർ. ഓക്കെ, 5 ലിറ്റർ പെർ മിനിറ്റ്, ദാറ്റ് ഈസ് നോർമൽ കാർഡിയാക് ഔട്ട്പുട്ട്. നോർമൽ സ്ട്രോക്ക് വോളിയം ആണ് 70 ml. നെക്സ്റ്റ് തേർഡ് ക്വസ്റ്റ്യൻ. അപ്പൊ നമ്മൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എഴുതി ഡി എസറ്റൈൽ കൊളൈൻ എന്ന് എഴുതി. രണ്ടാമത്തത് ബി എസറ്റൈൽ കൊളൈൻ എന്ന് എഴുതി. സെക്കൻഡ് ക്വസ്റ്റ്യൻ രണ്ടാമത്തെ എത്ര? 5 ലിറ്റർ പെർ മിനിറ്റ് എന്ന് എഴുതി. നെക്സ്റ്റ് തേർഡ് ക്വസ്റ്റ്യൻ, ഹൈപ്പർ സെക്രീഷൻ ഓഫ് ഗ്രോത്ത് ഹോർമോൺ. ഗ്രോത്ത് ഹോർമോൺ ഇവിടെ നമ്മുടെ പിറ്റ്യൂട്ടറി ഗ്ലാൻഡ് പഠിച്ചപ്പോൾ അവിടെ പഠിച്ചിരുന്നു അല്ലെ. നമ്മൾ എൻഡോക്രൈൻ സിസ്റ്റം ഓൾറെഡി നമ്മുടെ ചാനലിൽ വീഡിയോസ് ഇട്ടിട്ടുണ്ട്, ഗ്രോത്ത് എൻഡോക്രൈൻ സിസ്റ്റത്തിന്റെ കംപ്ലീറ്റ് വീഡിയോ. അപ്പോൾ നമ്മളവിടെ പല ഹോർമോൺസ് പഠിച്ചു. അപ്പൊ ഗ്രോത്ത് ഹോർമോൺ എന്ന് പറയുന്നത് നമ്മുടെ ശരീരം വളരാൻ സഹായിക്കുന്ന ഹോർമോണാണ് ഗ്രോത്തിന് സഹായിക്കും, ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റ് സഹായിക്കുന്ന ഹോർമോണാണ് ഗ്രോത്ത് ഹോർമോൺ അല്ലെ. അപ്പൊ ഈ ഗ്രോത്ത് ഹോർമോണിന്റെ സെക്രീഷൻ കൂടുന്നതിനെ ഹൈപ്പർ സെക്രീഷൻ എന്നും കുറയുന്നതിന് ഹൈപ്പോ സെക്രീഷൻ എന്നാണ് പറയുന്നത് അല്ലെ. അപ്പൊ ഉണ്ടാകുന്ന രണ്ട് അബ്നോർമാലിറ്റീസ് നമ്മൾ കുഞ്ഞു ക്ലാസ്സുകളിൽ, അതായത് 9th 10th തന്നെ പഠിച്ചിട്ടുണ്ട്. ഇത് എന്താണ് ഹൈപ്പർ സെക്രീഷൻ ഓഫ് ഗ്രോത്ത് ഹോർമോൺ? ഗ്രോത്ത് ഹോർമോൺ കൂടുതലായി കഴിഞ്ഞാൽ ശരീരം ഒരു പരിധി വിട്ട് കൂടുതൽ പെട്ടെന്ന് വളരാൻ തുടങ്ങും അല്ലെ. ഇതിനെയാണ് നമ്മൾ ജൈജാൻറ്റിസം അക്രോമെഗാലി എന്നുള്ള ക്ലാസിഫിക്കേഷനിൽ പഠിക്കുന്നത് അല്ലെ. ജൈജാൻറ്റിസം അക്രോമെഗാലി. എന്നാൽ ഗ്രോത്ത് ഹോർമോണിന്റെ സെക്രീഷൻ കുറഞ്ഞു കഴിഞ്ഞാലോ? ഗ്രോത്ത് ഹോർമോണിന്റെ സെക്രീഷൻ കുറയുമ്പോൾ ആവശ്യം നോർമലി ഉള്ള ഹൈറ്റ് അല്ലെങ്കിൽ ശരീരത്തിന്റെ വളർച്ച അവിടെ ഉണ്ടാവില്ല. അതിന് ഷോർട്ട് സ്റ്റാച്യൂർ എന്നാണ് പറയുന്നത്. ഷോർട്ട് സ്റ്റാച്യൂർ അല്ലെങ്കിൽ ഡോർഫിസം എന്ന് പറയും അല്ലെ. ഡോർഫിസം എന്ന് പറയുമ്പോൾ അവിടെ ഹൈപ്പോ സെക്രീഷൻ ഓഫ് ഗ്രോത്ത് ഹോർമോണും ജൈജാൻറ്റിസം ആൻഡ് അക്രോമെഗാലി എന്ന് പറയുമ്പോൾ ഹൈപ്പർ സെക്രീഷൻ ഓഫ് ഗ്രോത്ത് ഹോർമോണാണ്. ഇനി നമുക്ക് തോന്നുന്നു ഹൈപ്പർ സെക്രീഷൻ ഓഫ് ഗ്രോത്ത് ഹോർമോൺ ജൈജാൻറ്റിസം വരെ അക്രോമെഗാലി വരും. എന്നാൽ ഇവിടെ ബാക്കി ഒരു കുറച്ച് കാര്യം കൂടി സ്പെസിഫൈ പറയുന്നുണ്ട്. ഹൈപ്പർ സെക്രീഷൻ ഓഫ് ഗ്രോത്ത് ഹോർമോൺ ആഫ്റ്റർ പ്യൂബർട്ടി, അതായത് മെച്യൂർ ആയതിനു ശേഷം ഗ്രോത്ത് ഹോർമോൺ ഗ്രോത്ത് ഹോർമോൺ കൂടുതലായി സെക്രീറ്റ് ചെയ്ത് ഉണ്ടാകുന്ന ഡിസീസ് ഏതാന്ന് ചോദിച്ചാൽ ദാറ്റ് ഈസ് കറക്റ്റ് ഓപ്ഷൻ സി, അക്രോമെഗാലി. ഓക്കെ, അക്രോമെഗാലി. അപ്പൊ എന്ത് ചിലർക്ക് ഡൗട്ട് ഉണ്ടാവും, ജൈജാൻറ്റിസം വരില്ല. ജൈജാൻറ്റിസം ഉണ്ട്, പക്ഷേ ഇറ്റ് ഒക്കേഴ്സ് ബോത്ത് ഇൻ ചൈൽഡ്ഹുഡ് കുഞ്ഞുങ്ങളായിരിക്കുമ്പോഴും വരും, അഡൽട്ട് ആയിരിക്കുമ്പോഴും വരും, രണ്ട് സ്റ്റേജിലും വരും ജൈജാൻറ്റിസം. പക്ഷെ അക്രോമെഗാലി എന്ന് പറയുന്നത് എന്താണ്? ഓൾറെഡി കംപ്ലീറ്റ് മെച്യൂർ ആയിക്കഴിഞ്ഞതിന് ശേഷം, പ്യൂബർട്ടിക്ക് ശേഷം ഗ്രോത്ത് ഹോർമോണിന്റെ സെക്രീഷൻ കൂടുന്നതിനെയാണ് അക്രോമെഗാലി. ഗ്രോത്ത് ഹോർമോൺ സെക്രീഷൻ കൂടി ശരീരം അധികമായിട്ട് ബോൺസ് എല്ലാം ലെങ്തൻ ആകുന്നതാണ് അക്രോമെഗാലി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇതൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് തന്നെ പഠിക്കേണ്ടിരിക്കുന്നു. ഗ്രോത്ത് ഹോർമോൺ എന്താണെന്ന് മാത്രം പഠിച്ച് ആന്റീരിയർ പിറ്റ്യൂട്ടറി, പോസ്റ്റീരിയർ പിറ്റ്യൂട്ടറി, ഹൈപ്പോതലാമസ് ഇതൊക്കെ എന്താണെന്ന് മാത്രം ജസ്റ്റ് നോക്കിപ്പോയി കഴിഞ്ഞാൽ നമുക്ക് ഇതിനൊന്നും ആൻസർ ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഡീറ്റെയിൽ ആയിട്ട് തന്നെ നമ്മൾ പഠിക്കണമെന്ന് പറയുന്നത്. നെക്സ്റ്റ് ഫോർത്ത് ക്വസ്റ്റ്യൻ, വിച്ച് ഈസ് എ ക്ലാസിക്കൽ എക്സാമ്പിൾ ഓഫ് പ്രൈമറി അക്യൂട്ട് ട്രാൻസ്പോർട്ട്. നമ്മുടെ നഴ്സിംഗ് ട്യൂഷനിൽ കഴിഞ്ഞ ആദ്യത്തെ ക്ലാസ്സിൽ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞതാണ് ട്രാൻസ്പോർട്ട് മെക്കാനിസംസ് ത്രൂ സെൽ മെംബ്രെയിൻ. ഓക്കെ, ഒരു ക്ലാസ് ഫുൾ ആയിട്ട് ഞാൻ പഠിപ്പിച്ചതാണ് സെൽ മെംബ്രെയിനും അതിന്റെ ട്രാൻസ്പോർട്ട് മെക്കാനിസം. അതിന് എക്സാമ്പിൾസ് സഹിതം, ഓരോ ട്രാൻസ്പോർട്ട് മെക്കാനിസത്തിന് എക്സാമ്പിൾ സഹിതം ഞാൻ അവിടെ പറഞ്ഞിരുന്നു. ആക്റ്റീവ് ട്രാൻസ്പോർട്ട് ആൻഡ് പാസീവ് ട്രാൻസ്പോർട്ട്. വാട്ട് ഈസ് ആക്റ്റീവ് ട്രാൻസ്പോർട്ട്? Active transport means transporting the materials or molecules through the cell membrane with the use of energy. Energy use ചെയ്തുകൊണ്ട് പാർട്ടിക്കിൾസ് മൂവ് ചെയ്യുന്നു, ട്രാൻസ്ഫർ ചെയ്യുന്നു. എങ്ങോട്ടാണ്? അഗൈൻസ്റ്റ് കോൺസെൻട്രേഷൻ ഗ്രേഡിയന്റ്. അതായത് നോർമലി എനർജി യൂസ് ചെയ്യാതെ തന്നെ മോളിക്യൂൾസ് എവിടെ നിന്ന് എങ്ങോട്ട് പോകും? ഹയർ കോൺസെൻട്രേഷനിൽ നിന്ന് ലോവർ കോൺസെൻട്രേഷനിലോട്ട് മൂവ് ചെയ്യും. ദാറ്റ് ഈസ് പാസീവ് ട്രാൻസ്പോർട്ട്. ദർ ഇസ് നോ നീഡ് ഫോർ എനർജി. എനർജി ആവശ്യമില്ലാത്തതാണ് പാസീവ് ട്രാൻസ്പോർട്ട്. ഹയർ കോൺസെൻട്രേഷൻ ടു ലോവർ കോൺസെൻട്രേഷൻ. ഓക്കെ, അതാണ് നമ്മുടെ പാസീവ് ട്രാൻസ്പോർട്ട്. എന്നാൽ ആക്റ്റീവ് ട്രാൻസ്പോർട്ട് എന്ന് പറയുമ്പോൾ എന്താ? അഗൈൻസ്റ്റ് ദിസ്
concentration gradient. Concentration gradient against that means lower concentration il ninnum higher concentration lotte move cheyunu. Lower ninnu higher lotte move cheya ennu parayumbo nammal mala thalli kayittunnathu poleyanu nammude endu venam namukku energy venam. With the use of energy moving the molecules from lower concentration to higher concentration, that is active transport. അതിനുള്ള ഏറ്റവും നല്ല എക്സാമ്പിൾ ആയിട്ട് ഞാൻ അവിടെ പറഞ്ഞു, അപ്പോൾ തന്നെ പറഞ്ഞിരുന്നു, that is sodium potassium പമ്പ്. നമ്മുടെ സെൽ മെംബ്രെയിനിൽ സോഡിയം പൊട്ടാസ്യം പമ്പ് മെയിൻറ്റെയിൻ ചെയ്യുന്നതാണ് നമ്മുടെ ആക്റ്റീവ് ട്രാൻസ്പോർട്ടിന് എക്സാമ്പിൾ. ക്ലിയർ ആയല്ലോ? സോ കറക്റ്റ് ഓപ്ഷൻ, ഫോർത്തിന്റെ കറക്റ്റ് ഓപ്ഷൻ ഓപ്ഷൻ എ ആണ്. ഓക്കെ ഓക്കെ, ഫോർത്ത് ഓപ്ഷൻ എ, sodium potassium pump. Next, and fifth question, normal GFR value is GFR എന്താണ്? Glomerular filtration rate. Glomerular filtration rate. Glomerular filtration rate. ഇത് എവിടെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഇത് എവിടെയാണ് കാണപ്പെടുന്നത്? ഗ്ലോമറുലർ ഫിൽട്രേഷൻ എന്ന് പറയുന്നത് എവിടെയാണ്? നമ്മുടെ കിഡ്നിയുടെ ഏറ്റവും മൈക്രോസ്കോപ്പിക് സ്ട്രക്ചറായ, അത് നിർമ്മിച്ചിരിക്കുന്ന ഏറ്റവും മൈക്രോസ്കോപ്പിക് സ്ട്രക്ചറായ നെഫ്രോൺ, നെഫ്രോണിന്റെ ആദ്യത്തെ പാർട്ട് അല്ലെ, അതിൽ കപ്പ് പോലെ കാണപ്പെടുന്ന ഒരു പാർട്ടുണ്ട്. അതിന്റെ കണ്ടിന്യൂസ് ആയിട്ടാണ് ഡ്രെയിനൽ ട്യൂബ്യൂൾ വരുന്നത്. ഈ കപ്പ് പോലെ ഇരിക്കുന്ന ഭാഗത്തിനാണ് ബൊമാൻസ് ക്യാപ്സ്യൂൾ എന്ന് പറയുന്നത് അല്ലെ. ബൊമാൻസ് ക്യാപ്സ്യൂൾ എന്ന് പറയുന്നത് ഇവിടെയാണ് നമ്മുടെ ബ്ലഡ് വെസൽസ്, അഫറന്റ് ആർട്ടീരിയൽസ് വരുന്നു, ഇവിടെ ഗ്ലോമറുലസ് ഉണ്ടാകുന്നു, ഇവിടെ നിന്ന് ബ്ലഡ് ഫിൽട്ടർ ചെയ്യുന്നു, ബൊമാൻസ് ക്യാപ്സ്യൂളിലൂടെ ഫിൽട്രേഷൻ സംഭവിക്കുന്നു. അതിനുശേഷം ബാക്കിയുള്ള ബ്ലഡുകൾ എന്ത് ചെയ്യുന്നു? ബ്ലഡ് എന്ത് ചെയ്യുന്നു? എഫറന്റ് ആർട്ടീരിയൽ വഴി തിരിച്ചു പോകുന്നു. ഈ ഫിൽട്രേഷൻ സംഭവിച്ചിട്ട് അവിടെ ഫിൽട്ടർ ആയി താഴോട്ട് വരുന്ന ഫിൽട്രേറ്റ് നമ്മുടെ ട്യൂബ്യൂൾ, റീനൽ ട്യൂബ്യൂൾ വഴി തിരിച്ച് എന്ത് ചെയ്യുന്നു? റീഅബ്സോർപ്ഷൻ ഒക്കെ കഴിഞ്ഞ് ബാക്കി വേസ്റ്റ് പ്രോഡക്റ്റ് ആയിട്ടുള്ള വെള്ളവും വേസ്റ്റും എല്ലാം കൂടെ യൂറിനായിട്ട് പുറത്തു പോകുന്നു. ഇത് നമ്മൾ പ്രോസസ്സ് അവിടെ യൂറിൻ ഫോർമേഷനിൽ നോർമലി പഠിക്കും. അപ്പോ ഈ ഒരു ഫിൽട്രേഷൻ, ബൊമാൻസ് ക്യാപ്സ്യൂൾ എന്ന ഈ കപ്പിനകത്ത് എത്ര എമൗണ്ട് ഓഫ് ബ്ലഡ് ഫിൽട്രേഷൻ സംഭവിക്കുന്നു, അതിനെയാണ് ഗ്ലോമറുലർ ഫിൽട്രേഷൻ റേറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ അല്ലേ? ഗ്ലോമറുലർ ഫിൽട്രേഷൻ റേറ്റ്. ഓക്കെ, അപ്പൊ നോർമൽ ഗ്ലോമറുലർ ഫിൽട്രേഷൻ റേറ്റ് എത്രയാണെന്ന് ചോദിച്ചാൽ, നോർമലി എത്ര എമൗണ്ട് ഓഫ് ബ്ലഡ് ആണ് അവിടെ ഫിൽട്ടർ ചെയ്യപ്പെടുന്നത്. ഒരു മിനിറ്റ് ഇവിടെ ചോദിച്ചിരുന്നത്, ഒരു മിനിറ്റിൽ എത്ര ml എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ ചോദിച്ചത്. ഇവിടെ കറക്റ്റ് ഓപ്ഷൻ എന്ന് 125 ml per minute. 125 ml per minute ആണ് നോർമലി ഗ്ലോമറുലർ ഫിൽട്രേഷൻ റേറ്റ് എന്ന് പറയും. ഇനി ചില ക്വസ്റ്റ്യൻസിൽ ലിറ്റേഴ്സിൽ കൊടുത്തിട്ടുണ്ടാവും. ലിറ്റേഴ്സിൽ ചോദിച്ചാൽ എങ്ങനെയാണ്? ലിറ്റേഴ്സിന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു ദിവസം എന്ന് പറയുന്നത് 180 ലിറ്റർ പെർ ഡേ ആണ് നോർമൽ ഗ്ലോമറുലർ ഫിൽട്രേഷൻ റേറ്റ്. അത് ഓർത്തിരിക്കുക. ചിലപ്പോൾ ലിറ്ററിലാണ് ചോദിക്കുന്നതെങ്കിൽ അങ്ങനെ ഒരു ഓപ്ഷൻ കൂടെ ഓപ്ഷനിൽ ക്വസ്റ്റ്യൻ പേപ്പറിൽ കൊടുത്തിട്ടുണ്ടാവും. അത് ക്ലിയർ ആയിട്ട് നോക്കി വേണം ആൻസർ ചെയ്യാൻ. 180 ലിറ്റർ പെർ ഡേ, ഒരു ദിവസം ആകുമ്പോൾ 180 ലിറ്റർ ആകുന്നു. 5 ഓപ്ഷൻ ഏതാണ്? 125 മീൻസ് ഓപ്ഷൻ ബി 125 ml per minute. യൂണിറ്റിനൊക്കെ വളരെ ഇമ്പോർട്ടൻസ് ഉണ്ട്, കൊടുക്കുക. അതുപോലെ ml എഴുതുമ്പോൾ ml എന്ന് തന്നെ എഴുതുക, ലിറ്റർ ഒന്ന് മാറി എഴുതി കളയരുത്. നെക്സ്റ്റ് 6th ക്വസ്റ്റ്യൻ, gastric hydrochloric acid, gastric HCl is produced by, നമ്മുടെ സ്റ്റൊമക്ക് ഡൈജസ്റ്റീവ് സിസ്റ്റം പഠിച്ചപ്പോൾ അവിടെ ഡൈജസ്റ്റീവിൽ ഓരോ സെക്രീഷൻസ് ഞാൻ ഓൾറെഡി എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. നമ്മുടെ ചാനലിലുള്ള വീഡിയോസ് ഞാൻ ഓൾറെഡി എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. HCl പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഏത് സെല്ലാണ്, ഏതൊക്കെ ടൈപ്പ് സെല്ലുകളാണ് സ്റ്റൊമക്കിനകത്ത് കാണപ്പെടുന്നത്, സ്റ്റൊമക്കിന്റെ സ്ട്രക്ചർ ഒക്കെ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചിരുന്നു. അപ്പൊ ഇവിടെ നോക്കുക, കറക്റ്റ് ഓപ്ഷൻസ് പെരൈറ്റൽ സെല്ലാണോ, പെപ്റ്റിക് സെല്ലാണോ, എപ്പിത്തീലിയൽ സെല്ലാണോ, എൻട്രോക്രൊമാറ്റിൻ ലൈക്ക് സെല്ലാണോ, ഏതാണ് HCl പ്രൊഡ്യൂസ് ചെയ്യുന്ന സെൽ എന്നുള്ളത് ആണ് ക്വസ്റ്റ്യൻ. അപ്പൊ ഏതാ കറക്റ്റ് ആൻസർ? കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ. 6th ക്വസ്റ്റ്യൻ ഓപ്ഷൻ എ, പെരൈറ്റൽ സെൽ. ഓക്കെ, പെരൈറ്റൽ സെല്ലാണ് ഹൈഡ്രോക്ലോറിക് ആസിഡ് സെക്രീറ്റ് ചെയ്യുന്നത്. അങ്ങനെ പെരൈറ്റൽ സെൽ എന്ന് പറയുമ്പോൾ മറ്റു കാര്യങ്ങൾ 1-2 പോയിന്റ്സ് കൂടെ ഞാൻ ഇവിടെ പറയാം. നമ്മുടെ സ്റ്റൊമക്കിനകത്ത് തന്നെ കാണുന്ന മറ്റു സെല്ലുകളാണ് ഗോബ്ലെറ്റ് സെൽസ്. നമുക്കൊരു നോട്ട് ഉണ്ടെങ്കിൽ ജസ്റ്റ് ഇപ്പോൾ ലെക്ചർ നോട്ട് എഴുതാം. ഗോബ്ലെറ്റ് സെൽ എന്ന് പറയുന്നത് എന്താണ് സെക്രീറ്റ് ചെയ്യുന്നത്? മ്യൂക്കസ് ആണ് സെക്രീറ്റ് ചെയ്യുന്നത്. ഏതാണ്? ഗോബ്ലെറ്റ്. ഗോബ്ലെറ്റ് വേർഡ് ഇതാണ്. ഗോബ്ലെറ്റ് സെക്രീറ്റ് ചെയ്യുന്നത് മ്യൂക്കസ് ആണ്. അടുത്ത സെല്ലാണ് ചീഫ് സെൽസ് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ചീഫ് സെൽ സെക്രീറ്റ് ചെയ്യുന്നത് പെപ്സിനോജൻ. പെപ്സിനോജൻ സെക്രീറ്റ് ചെയ്യുന്നത് ചീഫ് സെല്ലാണ്. അപ്പൊ ഇതിവിടെ ഹൈഡ്രോക്ലോറിക് ആസിഡ് ചോദിച്ചതിന് പകരം ചിലപ്പോൾ വേണമെങ്കിൽ പെപ്സിനോജൻ സെക്രീറ്റ് ചെയ്യുന്നത് ആരാന്ന് ചോദിച്ചാൽ ചീഫ് സെല്ലാണ്. അല്ലെങ്കിൽ മ്യൂക്കസ് സെക്രീറ്റ് ചെയ്യുന്നത് ആരാന്ന് ചോദിച്ചാൽ അത് ഗോബ്ലെറ്റ് ആണ്. അത് ഓർത്തിരിക്കുക. ഇനിയുള്ള മറ്റൊരു സെല്ലാണ് ഡി സെൽസ്. ഡി സെൽസ് എന്ന് പറയുന്നത് എന്താണ് സെക്രീറ്റ് ചെയ്യുന്നത്? സൊമാറ്റോസ്റ്റാറ്റിൻ. സൊമാറ്റോസ്റ്റാറ്റിൻ സെക്രീറ്റ്, നമ്മുടെ സ്റ്റൊമക്കിനകത്ത് സൊമാറ്റോസ്റ്റാറ്റിൻ സെക്രീറ്റ് ചെയ്യുന്നത് ഡി സെൽസ്, അതിനകത്തുള്ള മറ്റൊരു ടൈപ്പ് സെൽ. ഇനിയുള്ള മറ്റൊരു സെല്ലുണ്ട് ജി സെൽസ്.
G cells എന്താണ് secrete ചെയ്യുന്നത്? Gastrin. Gastrin secreted by gastrin. This is also another secretion produced by stomach cells, that is G cell. G cells എന്ന് അറിയപ്പെടുന്ന സെല്ലാണ് gastrin secrete ചെയ്യുന്നത്. ഇനി മറ്റൊരു സെല്ലാണ് നമ്മൾ ഇവിടെ ഒരു ഓപ്ഷനിൽ കണ്ട enterochromaffin cell എന്ന് പറയുന്നത്. enterochromaffin cell എന്താണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്? That is secreting histamine. Histamine പ്രൊഡ്യൂസ് ചെയ്യുന്നത് enterochromaffin cell ആണ് കേട്ടോ. 6. enterochromaffin cell secrete ചെയ്യുന്നത് എന്താണ്? Histamine. Histamine പ്രൊഡ്യൂസ് ചെയ്യുന്നു. അപ്പൊ ഇതെല്ലാം ഓൺ വേർഡ് ക്വസ്റ്റ്യൻസിന് ചോദിക്കാൻ ചാൻസ് ഉള്ളതാണ് കേട്ടോ. അപ്പൊ അത് ഓർത്തിരിക്കാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, 7th question, multiple choice question, last question. Supportive cells in nervous system. അപ്പോൾ nervous system നമുക്കറിയാം മൈക്രോസ്കോപ്പിക് സ്ട്രക്ചറൽ ആൻഡ് ഫങ്ഷണൽ യൂണിറ്റ് ഓഫ് നെർവസ് സിസ്റ്റം എന്ന് പറയുന്നത് ന്യൂറോൺ ആണ് അല്ലെ. എന്നാൽ നമ്മൾ അവിടെ ന്യൂറോണിന് സപ്പോർട്ടീവ് സെൽസ്, അതായത് ഇതിന്റെ നറിഷ്മെന്റ് കൊടുക്കുന്നതിന് വേണ്ടി സപ്പോർട്ട് ചെയ്യുന്നതിന് പ്രൊട്ടക്ട് ചെയ്യുന്നതിന് മറ്റു ചില സെല്ലുകളുണ്ട് അല്ലെ. ആ സെല്ലിനെ പറയുന്ന പേരാണ് ന്യൂറോഗ്ലിയൽ സെൽസ്. ന്യൂറോഗ്ലിയൽ സെൽസ്, ന്യൂറോഗ്ലിയ അല്ലെങ്കിൽ ന്യൂറോഗ്ലിയൽ സെൽസ് എന്നാണ് അതിനകത്ത് പറയുന്നത്. അപ്പോൾ കറക്റ്റ് ഓപ്ഷൻ ബി ന്യൂറോഗ്ലിയ എന്നാണ്. സപ്പോർട്ടീവ് സെൽസ് ഇൻ നെർവസ് സിസ്റ്റം ആർ ഓപ്ഷൻ ബി ന്യൂറോഗ്ലിയ. ഇങ്ങനെയാണ് ക്വസ്റ്റ്യൻസ് നിങ്ങൾ ആൻസർ എഴുതേണ്ടത്. ക്ലിയർ ആയല്ലോ? അപ്പൊ ന്യൂറോഗ്ലിയൽ സെൽസ് എന്ന് പറയുമ്പോൾ ഞാൻ ഒന്ന് രണ്ട് എക്സാമ്പിൾസ് കൊടുക്കും. അതായത് ന്യൂറോഗ്ലിയക്കകത്തുള്ള ടൈപ്സ് ഏതൊക്കെയാണെന്ന് പറയാം, ഇവിടെ തന്നെ എഴുതി കാണിക്കാം. അതായത് പെരിഫറൽ നെർവസ് സിസ്റ്റത്തിനകത്ത് ന്യൂറോഗ്ലിയൽ, അത് നമ്മുടെ ക്ലാസിഫിക്കേഷൻ ഉണ്ടല്ലോ, സെൻട്രൽ നെർവസ് സിസ്റ്റത്തിന്റെ ക്ലാസിഫിക്കേഷൻസ്. അതിനകത്ത് പെരിഫറൽ നെർവസ് സിസ്റ്റം ഉണ്ട്, സെൻട്രൽ നെർവസ് സിസ്റ്റം ഉണ്ട് അല്ലെ. അപ്പൊ ഇതില് സെൻട്രൽ നെർവസ് സിസ്റ്റത്തിനകത്ത് പെരിഫറൽ നെർവസ് സിസ്റ്റത്തിനകത്ത് വരുന്നത് രണ്ട് തരത്തിലുള്ള ന്യൂറോഗ്ലിയൽ സെൽസ് ആണ് പ്രധാനമായിട്ട്. ഫസ്റ്റ് വൺ സാറ്റലൈറ്റ് സെൽ ആൻഡ് സെക്കൻഡ് വൺ ഷ്വാൻ സെൽ. ഇത് ഏത് ഭാഗത്താണ് കാണുന്നത്? പെരിഫറൽ നെർവസ് സിസ്റ്റത്തില്. നെക്സ്റ്റ് വൺ സെൻട്രൽ നെർവസ് സിസ്റ്റം. അവിടെ വരുന്നതാണ് 4 ടൈപ്പ് ഉണ്ട്. ഒലിഗോഡെൻഡ്രൈറ്റ്സ് and second one astrocytes and third one microglia and fourth one is ependymal cells. These are the 4 important supportive cells of neuroglial cells in central nervous system, and the 2 types of neuroglial cells found in peripheral nervous system, that is satellite cells and Schwann cells. And functions of each neuroglial cells and structure and location is very important and frequently asked question. അതുകൊണ്ട് ഡീറ്റെയിൽ ആയിട്ട് തന്നെ നിങ്ങൾ അത് നോക്കിയിട്ട് പോകുക. എക്സാമിന് ഇനിയും എപ്പോഴും ചോദിക്കാൻ ചാൻസ് ഉള്ള, അല്ലെങ്കിൽ നിങ്ങൾ അടുത്ത വർഷത്തേക്കായാലും ഒക്കെ ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിച്ചു വെക്കേണ്ടതാണ് ന്യൂറോഗ്ലിയൽ സെൽസ്, അതിന്റെ ഫങ്ഷൻസ്, സ്ട്രക്ചർ, എവിടെയൊക്കെ കാണുക, ലൊക്കേഷൻ, ഇതെല്ലാം നിങ്ങൾ നോക്കി വെക്കുക. ഓക്കെ, ഇറ്റ്സ് വെരി ഇമ്പോർട്ടന്റ്. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് essay പാർട്ടിലോട്ട് പോകാം. അപ്പോൾ MCQ എങ്ങനെയാണ് അറ്റൻഡ് ചെയ്യേണ്ടതെന്ന് മനസ്സിലായി. നിങ്ങൾ ഇത് 7 അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ കറക്റ്റ് ആയിട്ട് നിങ്ങൾക്ക് 7 മാർക്ക് കിട്ടും. ടീച്ചേഴ്സ് വിചാരിച്ചാൽ നിങ്ങൾക്ക് അതിന് മാർക്ക് കുറയ്ക്കാൻ പറ്റില്ല. Next, 8th question, that is essay question. You have only one essay question in physiology, and they're asking this essay question for 10 mark. ഒരു question 10 മാർക്കിനാണ് ചോദിക്കുന്നത്. See the parts of question. While you're reading the question, first you should see the how many parts of questions are there. Means so in essay question they will be asking 2 or 3 questions, or it will have 2 parts or 3 parts. So you should answer each part of the question. ഓരോ പാർട്ട് നിങ്ങൾ ആൻസർ ചെയ്താൽ മാത്രമേ അതിനനുസരിച്ചുള്ള മാർക്ക് കിട്ടുള്ളൂ. നിങ്ങൾ ഇവിടെ നോക്കിക്കോളൂ. ഫസ്റ്റ് ഇവിടുത്തെ 8ാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്? ഡിഫൈൻ ബ്ലഡ് ഷുഗർ. It is first part of question. And second one, how is BP regulated? This is second part of the question. And the third one, add a note on hypovolemic shock. That is third part of the question. ഈ 3 പാർട്ട് നിങ്ങൾ കറക്റ്റ് ആയിട്ട് ആൻസർ ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് 10 മാർക്കിന് കിട്ടുള്ളൂ. ഫസ്റ്റ് പാർട്ട് ശരിയാണെങ്കിൽ, if you are defining correctly blood pressure, then you will get 1 mark. Okay, this is the first part, 1 mark. If you are clearly explaining how the blood pressure is regulated in human body, and if you are clearly explaining, you will get a 6 marks. So based on the marks, you should write detailedly. Okay, as it is asked for the 6 mark, you should add more points in BP regulation. Okay, ഇത് 6 മാർക്കിനാണ്. And third question is add a note on hypovolemic shock. What is hypovolemic shock? Hypovolemic shock എന്ന് വെച്ചാൽ നമ്മുടെ ശരീരത്തിലെ BP കുറയുക, അല്ലെങ്കിൽ ബ്ലഡ് വോളിയം കുറയുക. ബ്ലഡ് വോളിയം കുറഞ്ഞിട്ട് BP കുറഞ്ഞിട്ട് നമ്മുടെ വൈറ്റൽ ഓർഗൻസ് ആയ നമ്മുടെ there is decreased blood supply to vital organs like brain, heart,
liver, lungs, and these lungs, these organs are known as vital organs. These vital organs blood supply അല്ലെങ്കിൽ adequate perfusion, okay, circulation ഇല്ലാതെ വരുമ്പോഴാണ് നമുക്ക് എന്ത് സംഭവിക്കുന്നത്, ഷോക്ക് ഉണ്ടാകുന്നത് അല്ലെങ്കിൽ ഹൈപ്പോവോളിയമിക് ഷോക്ക് ഉണ്ടാകുന്നത്. അപ്പൊ അതിനെ കുറിച്ചൊരു നോട്ട് എഴുതും. അപ്പൊ നിങ്ങൾ അവിടെ അതിന്റെ മാനേജ്മെന്റ് ഒന്നും പഠിക്കേണ്ട, അതൊക്കെ നമ്മൾ സെക്കൻഡ് ഇയർ ആണ് പഠിക്കുന്നത്. ഹൗ ഇറ്റ് ഈസ് occurring. And first we should define blood pressure. What is meant by blood pressure? What are the factors? By factors means what are the types of pressure are there? And that means systolic blood pressure. Blood pressure എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഒരു ഒഴുകുന്ന ബ്ലഡ് ആ ഒരു ആർട്ടറിയിൽ ചെലുത്തുന്ന പ്രഷറിനെയാണ് നമ്മൾ ബ്ലഡ് പ്രഷർ എന്ന് പറയുന്നത്. ഇത് നമ്മൾ പ്രഷർ മെഷർ ചെയ്യുമ്പോൾ സ്പിഗ്മോമാനോമീറ്റർ എന്നുള്ള സ്പിഗ്മോമാനോമീറ്റർ എന്നുള്ള ഇൻസ്ട്രുമെന്റ് വെച്ചിട്ടാണ് മെഷർ ചെയ്യുന്നത്. ഇതിനകത്ത് രണ്ട് പ്രഷറുകളാണ് നോക്കുന്നത്, സിസ്റ്റോളിക് ആൻഡ് ഡയസ്റ്റോളിക് ബിപി. ആൻഡ് സിസ്റ്റോളിക് ഡയസ്റ്റോളിക് നോർമൽ എത്രയാണെന്ന് എഴുതുക, 80 120 ആണ്. സോ നോർമൽ ബി പി എന്ന് പറയുന്നത് 120 ബൈ ഇവിടെ മാറിപ്പോയിട്ടോ, 120യും 80. ഓക്കെ, 120യും 80, 120 ബൈ 80 mmHg എന്നുള്ള യൂണിറ്റ് സഹിതം എഴുതുക. സോ യു can next you can add pulse pressure. What is meant by pulse pressure? What pulse pressure means? This is a difference between systolic and diastolic. That is 40. Normal pulse pressure is 40 mmHg. If you are writing like this, you will get definitely you will get more marks. Okay, first part 1 mark and 1 mark anengil you can write detailedly these points. Even though you are writing less points in second part, they will accept because you written everything in the first part. So you know something, they will understand you know something about this topic. So they won't give full mark, but they will not reduce too much marks. Okay, they will give pass marks. Surely they will give pass marks if you are writing clearly. So whatever things you know, you should present neatly and correctly. Okay, blood pressure, this is the first part. And second question, how is BP regulated? How BP is regulating? BP is regulating by two mechanisms, mainly two types of mechanisms. What are they? Short-term BP regulation and a long-term BP regulation. I think you all are clear with this topic, BP regulation, and you already studied in the college. Maybe, okay, anyway, I will just tell the points. I'm not going very deeply, just I'm telling the points. First, two types of regulation. The first one is short-term regulation. Short, I know my writings are not clear. You just hear my voice. Okay, short-term regulation. Short-term regulation means what are the different aspects, different mechanisms are coming here in the short-term regulation. That is baroreceptors. How baroreceptors receptors are regulating BP, which I explain in that points. And second one is chemoreceptor, and we should explain how chemoreceptors are regulating BP. Write 2-3 points. And third one, higher centers of brain. And we should write the influence of higher centers in the brain. Okay, and you will finish short-term regulation. Next, we will start the long-term regulation of BP. Long-term regulation of BP, and in that first one you should write renin-angiotensin aldosterone mechanism. Okay, our system. Renin-angiotensin aldosterone mechanism, how it is working, how it is regulating the BP. And the second point is ADH, that is antidiuretic hormone, how it is influencing the blood volume or BP. Okay, and the third one is atrial natriuretic peptide. Okay, peptide. How it is regulating, how it's the influence of ANP, natriuretic peptide in BP regulation. If you are explaining these all points clearly, they will get 5 marks out of 6. Okay, 5 mark minimum. If you clear all points explain, surely they will give 5 marks. I'm not telling you will get 6 marks, you will get 5 marks. Okay, and next add a note on hypovolemia. Then this is the abnormality if we don't have enough volumes. What is the normal blood volume? That is 5 to 6 liter. Okay, if we don't have enough volume of blood in our body, we will be having
hypoperfusion to vital organs. That means I already explained there will be decreased blood supply to vital organs like brain, heart, lungs, liver, kidney. Okay, so it will leads to hypovolemic shock. Patient will be becoming unconscious and may go for death. It's a lethal condition. And we are not correcting, not treating properly. The patient is not getting treatment at adequate time. The patient will be going to death. That will be happening. Okay, this is the hypovolemic shock. So you add a short that because there is no need to add more points because it is asked for 3 marks. Okay, hypovolemic shock is asked for 3 marks. So you should write one paragraph, 4 or 5 sentences. That is enough. Okay, I think you all are clear with this essay. How you should write, what are the points, main points you should add in this essay. Okay, this is a way to answer 10 mark question. Okay, while you are writing present neatly and the invigilator should read properly. Even though your handwriting is not good, if you are presenting neatly and in arranged manner, the proper manner, giving proper heading, underlines, and the locations of heading is everything arranged, then they will be impressed and they will take time and read and they'll give nice marks. If you are not presenting in a good manner, they will not they are not going to read detailedly. They will not give much marks in that. So please practice and write in a good manner. Okay, and the next we will go for short notes. First, short notes means you will get only three questions. There is no either or options. You should answer these 3 questions compulsorily. And the first question, each question will carry 5 marks. Okay, so 5 mark question. First question, secondary hemostasis. What is meant by hemostasis? Hemostasis, that means clotting. Clotting. If there is any cut or any injury to blood vessels, how the blood clotting in that area? That is hemostasis. Hemostasis എന്നുള്ള വേർഡ് ന്യൂ വേർഡ് ആയിരിക്കും. അപ്പോൾ ആ ഹീമോസ്റ്റാസിസ് എന്താണെന്നുള്ളത് ചില ടെക്സ്റ്റ് ബുക്കുകളിൽ ഹീമോസ്റ്റാസിസ് എന്താണെന്ന് പറഞ്ഞിട്ടുണ്ട്. There is types of hemostasis, that is primary, secondary and tertiary. What is meant by primary? So it is initial response. Initial response in the area of injury. Our injury നടന്ന ഏരിയയിൽ ഉണ്ടാകുന്ന ഇനിഷ്യൽ റെസ്പോൺസ് ആണ്. ആ ഒരു ബ്ലീഡിങ് പ്രിവെന്റ് ചെയ്യാൻ വേണ്ടിയിട്ടുണ്ടാകുന്ന ഇനിഷ്യൽ റെസ്പോൺസ് എന്ന് പറയുന്നത് കൺസ്ട്രക്ഷൻ ഓഫ് ബ്ലഡ് വെസൽസ് അല്ലെങ്കിൽ പ്ലേറ്റ്ലെറ്റ്സ് റിലീസ്, ഇതൊക്കെയാണ് അതിനെയാണ് പ്രൈമറി ഹീമോസ്റ്റാസിസ് എന്ന് പറയുന്നത്. സെക്കൻഡറി ആകുമ്പോഴാണ് അവിടെ നമ്മുടെ ക്ലോട്ടിംഗ് മെക്കാനിസം വരുന്നത്, ജനറേഷൻ ഓഫ് ഫൈബ്രിൻ. അതാണ് സെക്കൻഡറി എന്ന് പറയുന്നത്, ജനറേഷൻ ഓഫ് ഫൈബ്രിൻ. അത് നമ്മൾ ആ ഒരു ക്ലോട്ടിംഗ് മെക്കാനിസം അവിടെ എന്താ പറയുക ക്ലിയർ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുക. ദാറ്റ് ഈസ് secondary hemostasis. Here they asked only for hemostasis, so you should define the hemostasis and mention the types of hemostasis or stages of hemostasis, that is primary, secondary and tertiary, and last you take secondary hemostasis from that and explain very detailedly and add all points in secondary hemostasis. Tertiary hemostasis means fibrinolysis. So there is no need to explain that one, tertiary hemostasis. If you have time, just write it's mean by fibrinolysis. That's enough. And you should detailedly explain secondary hemostasis in this question. Okay, and in this question you will get 5 marks. Okay, next question, cardiac conduction pathway. What is meant by cardiac conduction? That is conductive system. ഹാർട്ടിൽ നമ്മൾ കാർഡിയോവാസ്കുലർ സിസ്റ്റത്തിൽ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ച ഒരു ക്വസ്റ്റ്യൻ ആണ് കണ്ടക്റ്റീവ് സിസ്റ്റം. നമ്മൾ ഓൾറെഡി ചാനലിൽ ക്ലാസ്സുകൾ അവൈലബിൾ ആണ് കണ്ടക്റ്റീവ് സിസ്റ്റത്തിന്റെ. കാർഡിയക് സിസ്റ്റം കംപ്ലീറ്റ്ലി എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്, ഗ്യാസ്ട്രിക് സിസ്റ്റം എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്, റെസ്പിറേറ്ററി സിസ്റ്റം എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്, സെൽ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ഇതൊക്കെ കണ്ടു പഠിക്കുക. കാർഡിയക് കണ്ടക്ഷൻ എന്ന് പറയുമ്പോൾ അവിടെ എന്തൊക്കെയാണുള്ളത്? അവിടെ നമ്മൾ മെയിൻ ആയിട്ട് ഹാർട്ടിന്റെ പിക്ചർ വരയ്ക്കുക. ഓക്കെ, ഹാർട്ടിന്റെ പിക്ചർ വരയ്ക്കുക, ലേബിൾ ചെയ്യുക. റൈറ്റ് മെയിൻ ചാമ്പേഴ്സ്, റൈറ്റ് ആൻഡ് ലെഫ്റ്റ് ഏട്രിയം, റൈറ്റ് ആൻഡ് ലെഫ്റ്റ് വെൻട്രിക്കിൾ, ഓക്കെ, വാൾസ്, ആർട്ടറി, പൾമണറി ആർട്ടറി, അയോട്ട, inferior vena cava, superior vena cava, pulmonary veins. Okay, everything you just label it and start writing the main parts of conductive system. What are the main parts of conductive system? That is SA node, sinoatrial node,
Second one is AV node, atrioventricular node. And third one is bundle of his. And the fourth one is Purkinje fibers. Okay, and write all points and draw the conductive system here. SA node, AV node, and bundle of his and Purkinje fibers. Okay, and draw all areas here, label it and write these points and explain each areas. First take out and write SA nodes as a heading and explain what is happening in the SA node, and next AV node or atrioventricular. While you're writing SA node, you just write the full form. Okay, don't use short forms in the exam paper. SA node, if you want to write it, you can put it in the bracket. Write sinoatrial node. Okay, and put SA in the bracket. Underline it, explain it. Next, say in the same way, AV node, atrioventricular node, explain it and write bundle of his, explain it, what is happening there, and fourth Purkinje fibers, explain it. That's enough for 5 marks. You will get 4.5. If you are explaining clearly all points, you will get 4.5 or 4. Don't expect more than that. No one will give. They will give if you are writing extra brilliant way. Then they will get 5 marks. Okay. I think you are getting what I am saying. If you are having any doubts or if you have any suggestions, please write it in the comment space. And if you like the video, please like it and share it and study well. And if you want to join our class, follow our joining steps. And already I uploaded the video, demo video for the classes. And you can follow that steps and join our class immediately. I will explain you all details, all topics in detail. Okay. Next question, 11th question, that is autoregulation of renal blood flow. Okay, yeah, this question from where? It's a renal system or urinary system. It's very important system in anatomy and physiology, that is renal system or urinary system. And how the blood flow to kidney is regulated. There are so many mechanisms, neural regulation, endocrine regulation, auto-regulation like that. But here they asked only for auto-regulation. So you should write the steps of auto-regulation of renal blood flow and glomerular filtration rate. What will happen if the blood flow to kidney is decreased? Automatically, kidney will increase the blood flow to the kidney. And what will happen if the blood flow to kidney is increased? How it is automatically regulating the blood flow and how it is reducing the blood flow. Okay, you should mention the mechanism techniques. Okay, instead of auto regulation, they may ask for endocrine regulation, neural regulation of renal blood flow and GFR. Okay, glomerular filtration rate. In this question, you should mainly write neurological regulation. First heading is neurological regulation. How the stretching of blood vessels is regulating the blood flow to the kidney. And the second part is tubuloglomerular feedback. Tubuloglomerular feedback. You should explain clearly both points. Sorry, not neurological. That is atrial myogenic mechanism. Atrial myogenic mechanism. In this, how the stretching blood vessels is maintained and regulated, how the blood volume is regulated or blood flow is controlled. And the second mechanism is tubuloglomerular feedback. It's another important mechanism. These are the two mechanisms used in auto-regulation of renal blood flow and glomerular filtration rate. So you should explain both points clearly. Okay, you will get 5 marks. If you can just mention the other mechanisms also. In the introduction, you can mention neurological regulation, endocrine cell regulation. What are the neurological methods is there? Nerves and nerves. What are the nerves involved in that? And what are the hormones involved in the endocrine system? Endocrine regulation, like that. Okay. If you have time or if you know, you just write it. Study clearly. These are important points, and you will get
more questions in that area: urinary system or renal system, central nervous system, from cardiovascular system also. Okay, these are the 3 5-mark questions. This is a type of question. Okay, we should not expect the same question in exam. While you're studying each chapters, each unit, you should follow this method. You should, while selecting, reading one topic, you should expect, you should think what type of question I can expect from this topic, whether it is a 10-mark question, whether it is 5-mark question, or it is a 2-mark question, and what are the questions may ask for multiple choice, like that. Okay, if you're following this method while you're studying, you will get good marks in the exam. Okay, and the third part of the question, that is give reasons for following. And give reasons എന്ന് പറയുമ്പോൾ instead of this you can get short answer also. Okay, short answer means 2-mark questions. They will ask for one part or any mechanism. You should just explain about that process. Okay, you may get like that also. Sometimes they will ask give reasons, or sometimes they will ask short answer for 2-mark question. You have 3 questions for short answer. 3 into 2 is 6, is equal to 6 marks. For these 3 questions, if you are clearly explaining, adding more points, that means at least you are writing the 6 points in each question, surely you will get 2 marks. They will not cut too much marks in this. In the essay and 5-mark question, even though you are writing clearly and all points, they are not going to give full marks. They will give maximum 9 mark out of 10. Here also 4.5 out of 5, 4 or 5, 4 or 4.5 out of 5. But in 2-mark question, if you are clearly giving all points, they will give 2 mark. They will give full marks. Here, first question, polyuria. Polyuria in diabetes mellitus. What is meant by diabetes mellitus? Diabetes insipidus. Diabetes insipidus and diabetes mellitus. They may ask the difference between diabetes insipidus and diabetes mellitus. This is also another important point. What is meant by diabetes insipidus? You know what is meant by ADH? What is the function of ADH? Function on kidney. And if there is decreased secretion of ADH from pituitary gland, posterior pituitary gland, who is producing ADH? That is hypothalamus. Hypothalamus is producing ADH and it is stored in posterior pituitary and is releasing posterior pituitary is releasing as per need, as per the requirement, it is releasing from posterior pituitary. And if there is decreased secretion of ADH, or there is no there is no functioning kidney, there is a kidney, if the kidney is not functioning adequately to ADH, that leads to diabetes mellitus. That condition is known as diabetes not mellitus, insipidus. In this patient, diabetes insipidus patients, the main symptom, clinical manifestation is polyuria. What is meant by polyuria? Increase the frequency of urination. Patient will go for urination for multiple times, more frequent urination. That is polyuria. Here we should give the reasons for polyuria in diabetes mellitus. Okay. For that, you can write the point way. The first one is decrease the ADH secretion, and second one is decrease the functioning of kidney to ADH, or any tumor or any other diseases of kidney. Okay, like that. It may be due to any drug effects. It may be due to any toxins, cancers. Read the reasons for diabetes insipidus. Polyuria in, why the polyuria seen in diabetes insipidus patients. You should write at least 6 points in this question. And the second question, in short answer, means give reasons type question. Surfactant. What is meant by surfactant? It's a chemical material found in, it's seen in lungs. When it is producing, the baby, when the baby is growing inside the fetus, it's developing surfactant. Surfactant is developing during fetal phase after 28 weeks. Okay.
Because of that only, അതുകൊണ്ടാണ് നമ്മൾ എന്ത് പറയുന്നത്, നിങ്ങൾ കേട്ടിട്ടുണ്ടോ എന്ന് അറിയില്ല, ഫസ്റ്റ് ഇയർ ആയതുകൊണ്ട് നിങ്ങൾ കേട്ടിട്ടുണ്ടാവില്ല, 28 വീക്സിന് മുന്നേ ജനിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് ബ്രീത്തിങ്ങിനുള്ള ചാൻസ് വളരെ കുറവാണ്. വളരെ ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ബ്രീത്തിങ് ആയിരിക്കും അവർക്ക് ഉണ്ടാവുക. കാരണം അവരുടെ ശരീരത്തിൽ, അവരുടെ ലങ്സിൽ there is no enough surfactant secretion in the lungs before 28 weeks. ഓക്കെ, എന്താണ് സർഫക്റ്റൻസിന്റെ ഫംഗ്ഷൻ എന്ന് പറയുന്നത്? നമ്മുടെ ലങ്സിൽ ഇറ്റ് ഡിക്രീസ് surface tension in the lungs or in the alveoli. What is alveoli? Alveoli നമ്മുടെ ലങ്സിലുള്ള മൈക്രോസ്കോപ്പിക് സ്ട്രക്ചർ ആണ് alveoli എന്ന് പറയുന്നത്. Alveoli-ലാണ് എന്ത് സംഭവിക്കുന്നത്? gas exchange. Alveoli is the site for gas exchange. That means exchange of oxygen and carbon dioxide from blood. Okay, so this alveoli should be expanded and relaxed during inspiration and expiration. So it should not be collapsed. ഇത് ഒരിക്കലും ചുരുങ്ങി പോകാൻ പാടില്ല. Even though expiration time, it should be, even if its expiration, the alveoli should be expanded in little. ഓക്കെ, ചെറുതായിട്ടെങ്കിലും എന്ത് ചെയ്യണം, ഇതെന്ത് വികസിച്ച് തന്നെ ഇരിക്കണം. അതങ്ങനെ കൊളാപ്സ് ആകാതെ വികസിച്ചിരിക്കാൻ സഹായിക്കുന്നതാണ് നമ്മുടെ സർഫക്റ്റന്റ് എന്നുള്ള സബ്സ്റ്റൻസ്. അതിന്റെ ഗുണങ്ങളാണ്, സർഫക്റ്റന്റിന്റെ ഇമ്പോർട്ടൻസ് ആണ് നമ്മൾ പോയിന്റ്സ് ആയിട്ട് അവിടെ കൊടുക്കേണ്ടത്. ഓക്കെ, എന്തൊക്കെയാണ് ഇത് ആര് സെക്രീറ്റ് ചെയ്യുന്നത് നിങ്ങൾക്ക് എഴുതാം. ടൈപ്പ് 2 സെല്ലാണ്. ടൈപ്പ് 2 സെല്ലാണ് ഇത് സെക്രീറ്റ് ചെയ്യുന്നത്. അത് എഴുതാം. എവിടെ കാണുന്നു എന്ന് എഴുതാം. ഓക്കെ, അതിന്റെ മറ്റു ഫങ്ഷൻസ് പറയുമ്പോൾ ഞാൻ 1-2 പോയിന്റ്സ് ഇവിടെ ആഡ് ചെയ്തിരുന്നു. ടു പ്രൊമോട്ട് expansion of alveoli during inspiration, and the second one is prevent alveolar collapse and loss of lung volume at the end of expiration, and the third one, maintain patency of small airways, and the fourth one, enhances mucus clearance, and the fifth one, stimulates defensive mechanism in lungs. These are the important functions of surfactant in lungs or alveoli. Okay, next, third question in give reason. Oral contraceptives. Oral contraceptive, what does it mean by contraception? Contraception, it's very important topic. Contraception means it's a method used to prevent pregnancy. Methods used to prevent pregnancy. There is so many methods in contraception, like oral pills, hormonal therapies, intrauterine devices, surgical procedures. Different types of contraceptions are available. Here they are asking why the oral contraceptive pills are used to postpone or prevent pregnancy. Yeah, so you should write why the pills are using. എന്തുകൊണ്ടായിരിക്കാം? It's easily available. First one, easily available ആണ്, and easy to use ആണ്. There is no need for higher education or higher literacy or higher knowledge. Okay, and the less side effect than other methods, and നമുക്ക് എപ്പോൾ വേണം, we can stop whenever need. Okay, can stop whenever need. എപ്പോൾ വേണമെങ്കിലും നമുക്കത് സ്റ്റോപ്പ് ചെയ്യാൻ പറ്റും. പിന്നെ എന്താ പറയാനുള്ളത്, ഇതുപോലെയുള്ള പോയിന്റ്സ് ആണ്. more accuracy. These are the points why we are using and why the people are using oral contraceptive pills to postpone pregnancy or to prevent pregnancy. You can for this 2-mark question, always use my suggestion is to write all points in bullet points. Okay, like this points will be useful. If you are writing for 5 or 6 points, you will get 2 marks. They won't reduce the marks in this question. I think you all are clear with this question pattern and how you should answer 10-mark question, how you should answer multiple choice question, how you should answer short notes, how to write and give reasons in the bullet points, how many points should write, how extensive way, how many points, and how you should present the essay, like that. Okay, if you have any comment or suggestions, and even though you are not clear with my explanation, just write in the description and share this, or please share this video to your friends and study well and write well. And if you want to join our class, please follow these steps. And this is about our tuition class.
Okay, this is our website. You can go to this website and then you can see group tuition, group online tuition link, and in that you should give your name, email ID, phone number. Just book it. Easy step. It's just book it and pay the fee. It is 500 per month. In the register number, phone number, that is 8137918787. Just Google Pay it and you will get live classes, and from that day you will get continuous recorded classes till your exam, unlimited access to recorded videos, and you have 4 theory classes per week, and we will give mock test also, and during exam time, and the fees is very less amount, that is 500 per month. Okay, if you are interested, please join, and thank you for watching. Bye bye.